ഹലോ ഗൈസ്, ഇന്നിപ്പോൾ വിഷു ആണ്. വിഷു ദിനത്തിൽ ഒന്ന് അമ്പലത്തിൽ പോകുന്ന വെച്ചിട്ട് ഇറങ്ങിയതാണ്. ദിയാനയും കൂടെ കൂട്ടണം. അപ്പോൾ അവൾ വരുന്നുണ്ട്. ഞാൻ ഇപ്പോൾ അവളെ വീടിൻ്റെ അടുത്ത് വന്നിട്ടാണ് ഉള്ളത്. ഏത് അമ്പലമൊന്നുമില്ല, അമ്പലത്തിൽ പോകണം, അത്രേ ഉള്ളൂ. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ശീലങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസിക്കുന്നു. ഇന്നലത്തെ വർക്കേഷൻ നല്ലപോലെ മുഖത്തുണ്ട് കേട്ടോ. കണ്ണുനോക്കിയേ, പടക്കമൊക്കെ പൊട്ടിച്ച് കഴിയുമ്പോഴേക്ക് 3 മണി ഏകദേശം ആയിട്ടുണ്ടാവും. നമ്മൾ ഫ്രണ്ട്സെല്ലാം കൂടെയാണ് പടക്കമൊക്കെ പൊട്ടിച്ചത്. അപ്പോൾ ആ ഒരു ക്ഷീണം കഴിഞ്ഞ് രാവിലെ കണി കാണാൻ എണീറ്റു. എല്ലാ വിഷുവിനും കിടന്നുറങ്ങലാണ്. വീടിന് മുമ്പ് തന്നെ അമ്പലമുണ്ട്. പക്ഷെ ഞാനിതുവരെ പോയിട്ട് അടുത്ത കാലത്തൊന്നും കണി കണ്ടിട്ടില്ല. ചെറുപ്പത്തിലൊക്കെ പോയി കണ്ടിട്ടുണ്ടെന്നുള്ളത്. ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് എണീറ്റ് കണ്ടു. അതിനുശേഷം പിന്നെ ഉറങ്ങാൻ തോന്നിയില്ല. ആദ്യമായിട്ടാണ് ഞാൻ ഇത്ര നേരത്തെ ഇവളുടെ അടുത്ത് എത്തുന്നത്. ഞാൻ അവളെ വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥയാണ് ഇപ്പോൾ. സാധാരണ അവളാണ് എന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗൈസ് വന്ന് അണിഞ്ഞൊരുങ്ങിയിട്ട് കടവാതി. Every dog has a day. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. കതിരൂർ ശ്രീ സൂര്യനാരായണ ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അമ്പലത്തിൻ്റെ പുറകുവശത്തൂടെയാണ് അതിൻ്റെ അകത്ത് കയറിയത്. അപ്പോൾ ഇത് ഇന്ത്യയിലെ തന്നെ 2ാമത്തെ സൂര്യക്ഷേത്രമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഒരെണ്ണം ഒറീസയിലാണ്, ഒറീസയിൽ ഉള്ളതാണ്. ഇതിലെന്തെങ്കിലും തിരുത്തുകളോ തെറ്റുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഞാൻ ആ സമയത്ത് പറയുന്നതാണ്. അത് നിങ്ങൾ ഗൂഗിൾ നോക്കി അത് മനസ്സിലാക്കുക. అందనిందగొల్లితల అరచేది మాణిక్యము పంతమాడే కంసుని పాలి వజ్రము అందనిందగొల్లితల అరచేది మాణిక్యము పంతమాడే కంసుని పాలి వజ్రము. അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങി. നല്ല വെയിലായിരുന്നു കേട്ടോ. വേർത്ത് കുളിച്ചു. കുറച്ച് സമയം കാറിലിരുന്നു. നമ്മൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കെല്ലാം ചെയ്ത് നമ്മളിനി വീട്ടിലേക്ക് പോവുകയാണ്. അതോട്ടൻ്റെ വീട്ടിലേക്ക് പോകും. ഈ ക്ഷേത്രത്തിൻ്റെ പേര് എന്ന് പറയുന്നത് സൂര്യനാരായണ ക്ഷേത്രം. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ 2 ക്ഷേത്രങ്ങളാണെന്നുള്ളത്. ഒന്ന് ഒറീസയിലെ കൊണാർക്കോ അങ്ങനെ എന്തോ ഒരു ക്ഷേത്രം ഫേമസ് ആണ്. അതെന്നാന്ന് തോന്നുന്നത്. ഗൂഗിൾ ചെയ്ത് നോക്കുക. കൊട്ടത്തിലാണെങ്കിൽ തെരുവ് അതന്നെ. അപ്പോൾ അടുത്ത ക്ഷേത്രം ഇത് ദേവസ്വം വകുപ്പിൻ്റെ കീഴിൽ തന്നെയാണ് ക്ഷേത്രം ഉള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ചുമർ ചിത്രത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുള്ള വർക്കാണ്. കംപ്ലീറ്റ് ആയിട്ടില്ല. അതിൻ്റെ ഔട്ടർ ലൈനൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ എല്ലാവരും വന്ന് കാണാം. ഒരുപാട് വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ. പിന്നെ വലിയൊരു കുളമുണ്ട്, ക്ഷേത്രം കുളം. നല്ല ഭംഗിയുള്ള കുളമാണ്. അപ്പോൾ ഇടയ്ക്കെല്ലാവരും വരിക. തിരിച്ചു പോകുന്ന വഴി നേരെ ഒരു ബേക്കറി കയറി ഒരു കോക്ടെയിൽ കുടിച്ചു. നല്ല ദാഹം വിശപ്പും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ അവളുടെ വീട്ടിലേക്ക് പോയി. അവിടെ അവളെ ഇറക്കി വിട്ടു. നല്ല വെയിലാട്ടോ, ഒരു രക്ഷയും ഉണ്ടായിരുന്നില്ല. അതെ, അവളുടെ സന്തോഷം കണ്ടില്ലേ. ടാറ്റാ, ബൈ ബൈ. ഓക്കെ, അവളെ ഇറക്കി നേരെ ഞാനും തിരിച്ചു പോകാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ കേട്ടോ. താങ്ക് യു. അപ്പോൾ